OTT അപ്ഡേറ്റുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് മെയ് 10 7 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് റോബിൻഹുഡ് എന്ന തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നേരത്തെ മാർച്ച് അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തി വൻ പരാജയമായ സിനിമ ഇന്നിപ്പോഴത്തെ C5 വൈകിട്ട് 6 മണിയോടെ OTT റിലീസ് ആയിരിക്കുകയാണ്. നിലവിൽ തെലുഗു ഭാഷയിൽ മാത്രമാണ് നിതിൻ ശ്രീലീല കോംബോ ഒരുമിച്ച് റോബിൻഹുഡ് OTT റിലീസ് ആയിരിക്കുന്നത്. രണ്ടാമത്തേത് EMI എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഒരു തമിഴ് സിനിമയാണ്. ഇപ്പോൾ തെൻകോട്ട OTT പ്ലാറ്റ്ഫോമിൽ സിനിമ ലഭ്യമാണ്. മൂന്നാമത്തേത് മറ്റൊരു തമിഴ് സിനിമയായ റെട്രോ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സൂര്യ നായകനെത്തിയ കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്ത തിയേറ്ററുകളിലേക്കെത്തി ഒരു ചലനവും ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കാനാവാതെ പോയ ഈ തമിഴ് സിനിമ ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സിലൂടെയാണ് OTT റിലീസിനായിട്ട് ഒരുങ്ങുന്നത്. ഈ മെയ് മാസം അവസാനത്തോടെ അതല്ലെങ്കിൽ ജൂൺ ആദ്യ ആഴ്ചയോടെ ആയിരിക്കും പാൻ ഇന്ത്യൻ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിൽ റെട്രോ ലഭ്യമാകുക. ഗ്രാം ചികിത്സാലയ് എന്നൊരു പഞ്ചായത്ത് മേക്കേഴ്സിന്റെ ഏറ്റവും പുതിയ ഹിന്ദി സീരീസ് ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ആയിരിക്കുകയാണ്. വരുന്ന ആഴ്ച ഹിന്ദിയിൽ നിന്നും ഒരു ഡയറക്ട് OTT സിനിമ റിലീസിനായിട്ട് ഒരുങ്ങുന്നു. അത് ബോൽ ചുക്ക് മാഫ് എന്ന സിനിമയാണ്. വാമിക ഗബ്ബി ഒപ്പം തന്നെ രാജ്കുമാർ റാവു തുടങ്ങിയവർ അഭിനയിച്ച സിനിമ മെയ് 16 തീയതിയാണ് ആമസോൺ പ്രൈമിലൂടെ ഡയറക്ട് OTT റിലീസ് ആകുക. ഒരു വർഷം മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ ധ്യാനിന്റെ വൻ പരാജയമായ സിനിമയാണ് അയ്യർ ഇൻ അറേബ്യ. ധ്യാൻ ഒപ്പം തന്നെ ഉർവശി കൂടാതെ മുകേഷ് തുടങ്ങിയവരെല്ലാം തന്നെ അഭിനയിച്ച സിനിമയുടെ OTT അവകാശങ്ങൾ ഇപ്പോഴത്തെ സൺനെസ്റ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. സിനിമ ഉടനെ OTT റിലീസ് ആകുന്നതാണ്. ഈ വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് ഒരുപാട് മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്ന എന്നാൽ ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുമെന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയുടെ OTT അവകാശങ്ങൾ തിയേറ്റർ റിലീസിന് 2 മാസം മുന്നേ തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയതാണ്. ഏപ്രിൽ 25 തിയേറ്ററുകളിലേക്ക് എത്തിയ തുടരും ഈ മെയ് മാസം അവസാനത്തോടെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ആകുന്നതാണ്. മലയാളത്തിന് പുറമെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ തുടരും ലഭ്യമാകും. അപ്പോൾ കാത്തിരിക്കൂ ഇതുപോലുള്ള കൂടുതൽ OTT അപ്ഡേറ്റുകൾക്ക്.